KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്ന പ്രിയദർശിനി ബസ് സർവീസ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസം പിന്നിട്ടിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ 154 ഓർഡിനറി ബസ്സുകളാണ് സർവീസ് നടത്തുന്നത് KSRTC. ഏകദേശം 75,000 ആളുകളായിരുന്നു ദിനേനെ സ്ത്രീ യാത്രക്കാരുണ്ടായിരുന്നത്. അതിപ്പോൾ 1,21,000 കടന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അതേസമയം തന്നെ സ്വകാര്യ ബസ് മേഖലയിൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും കോഴിക്കോട് ജില്ലയിൽ കണ്ണൂർ റൂട്ടിലോടുന്ന ബസ്സുകൾക്കാണ് അത് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയിരിക്കുന്നത്. കോഴിക്കോട്ടെ ഒരു കണ്ണൂർ റൂട്ടിലോടുന്ന ബസ് ഉടമയാണ്. സ്ത്രീകൾ നമ്മളെ പ്രൈവറ്റ് ബസ്സിൽ കയറാൻ തയ്യാറാവുന്നില്ല. കാരണം അവർ മാറി നിൽക്കുകയാണ്. KSRTC സ്റ്റാൻഡിൽ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സ്റ്റാൻഡിനേക്കാളും തിരക്കാണ്. ജനങ്ങൾ മൊത്തം അവിടെയുള്ളത്. പ്രൈവറ്റ് ബസ് മേഖല ആകെ തകരുന്നൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. സ്ത്രീകളാണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു 2,000-2,500 രൂപ നമ്മുടെ ബാലൻസ് തന്നെ എന്ത് ചെയ്യാണ് കുറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല ഡീസലിൻ്റെ വില കൂടുതൽ, ഡീസലിൻ്റെ ക്വാളിറ്റി കുറവ്, അതിന് വില കൂടിയതും വലിയൊരു പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ബസ് ജീവനക്കാരുണ്ട്, യാത്രക്കാരെ കുറവുണ്ടായിട്ടുണ്ടോ? ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്ന കേസല്ലേ. നല്ല ഇതുണ്ട്. പല ബസ്സുകൾ ഇതിനകത്ത് ട്രിപ്പുകളൊക്കെ മിസ്സായി കഴിഞ്ഞു. ഇപ്പോൾ അത്യാവശ്യം ഉള്ള വണ്ടികളെ മാത്രമേ ഇപ്പോൾ ഓടുന്നുള്ളൂ. ഇത് വേണ്ടത്ര ആലോചന ഇല്ലാതെ എടുത്ത് തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നത്. ഈ തൊഴിലാളികൾക്കൊക്കെ കുടുംബം വളരെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലാണ്. ഇവിടുത്തെ കച്ചവടക്കാർ മുതൽ എല്ലാ വിഭാഗം ആളുകൾ ഇത് ബാധിക്കുന്നുണ്ട്. ഒരു ബസ്സിന് ഒരു 30ഓളം വെച്ച് കൂട്ടുകയാണെങ്കിൽ ആ ബസ്സിൻ്റെ 10 ബസ് പോയാൽ 300 തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന രീതിയിലാണ് പോകുന്നത്. ബസ് സ്റ്റാൻഡ് പുറകെ കാണാങ്ങൾ രാവിലെ വന്നിട്ട് വൈകിട്ട് തിരിച്ചു പോകുന്ന ബസ്സുകൾ ഒരുപാടുണ്ട്. ഓടിയൊത്ത് രാവിലെ എന്തെങ്കിലും ഒരു ചില്ലറ കിട്ടും, വൈകിട്ട് ആ ചില്ലറ കിട്ടും, അത് മാത്രം കിട്ടും. 55 രൂപ കിലോമീറ്റർ വന്നിട്ട് ഗവൺമെൻറ് ഏറ്റെടുത്തോളാം ഒരു സജഷൻ ഞങ്ങൾ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും പ്രാവർത്തികമാവുന്നില്ല. ഒരു കമ്മീഷനെ വെച്ചിട്ടുണ്ട്, അവർ 19-ാം തീയതി മറ്റോ ചർച്ച വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് എത്രത്തോളം പ്രാവർത്തികമാവുന്നുള്ളത് പറയാൻ പറ്റില്ല. എന്തായാലും പ്രിയദർശിനി ബസ് സർക്കാരിൻ്റെ വലിയ നേട്ടമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. തീരാത്ത വലിയ പ്രതിസന്ധിയിലേക്കാണ് ഈ പദ്ധതി കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നതെന്നാണ് കോഴിക്കോട്ടുള്ള സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും ഒക്കെ പങ്കുവെക്കുന്നത്. വേണുവിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.